സാമൂഹ്യ വിദ്യാഭ്യാസ സാധു സംരക്ഷണ പരിപാടികളും ഈ മഹത്തായ സംഘടന നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സാന്ത്വന പ്രവർത്തനങ്ങൾ കൊണ്ട് രാജ്യത്തുള്ള എല്ലാ വിഭാഗം ജനങ്ങളുടെയും ശ്രദ്ധ ആകർഷിപ്പിച്ച നമ്മുടെ മഹത്തായ സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട ഈമാൻ സംരക്ഷിക്കുക എന്നതാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പാവപ്പെട്ടവരെ സഹായിക്കാനും അശരണരുടെ കൈപിടിച്ചുയർത്താനും രോഗികളെ സന്ദർശിക്കാനും മയ്യിത്ത് പരിപാലനം നടത്താനും സാമ്പത്തികമായി വിഷമിക്കുന്നവരെ പട്ടിണിയിൽ നിന്നും വിഷമത്തിൽ നിന്നും രക്ഷപ്പെടുത്താനും അതിനു തുടങ്ങി എല്ലാ സാമൂഹികമായ വിഷയങ്ങളിലും ഇടപെടുകയും പ്രവർത്തിക്കുകയും മാതൃക കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ സംഘടനയും ഏറ്റെടുത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് സഹകരിക്കുന്ന നല്ലവരായ ജനങ്ങൾ അല്ലാഹു അവർക്കെല്ലാം എല്ലാവിധ നന്മകളും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകും. എന്നാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മുൻപല്ല് പൊട്ടിത്തെറിച്ചത് എന്തിനാണ്? അവിടുത്തെ കാലിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചത് എന്തിനാണ്? അവിടുത്തെ തലം പൊട്ടി രക്തം വന്നത് എന്തുകൊണ്ടാണ്? അവിടുന്ന് നാടും വീടും വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പലായനം ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അവിടുത്തെ അനുയായികളിൽപ്പെട്ട പലരും ക്രൂരമായി മർദ്ദിക്കപ്പെട്ടതും കൊല്ലപ്പെട്ടതും എന്തിന്റെ പേരിലാണ്? അവിടെയെല്ലാം നാം കാണുന്ന ഉത്തരം ആദർശത്തിന് വേണ്ടിയാണ്. നമ്മുടെ ആദർശം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകം മുഴുക്കെ സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്ന ലോകസത്താവായ അല്ലാഹ്, അവൻ മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് നാം ഉറച്ചു വിശ്വസിക്കുന്നു. ആ ആദർശമാണ് എല്ലാ അമ്പിയാക്കളും പ്രവാചകരും ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. അതിനുവേണ്ടിയാണ് മഹാനായ ഫരീദുദ്ദീൻ ഔലിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പ്രദേശത്ത് മറവ് ചെയ്യപ്പെട്ട മഹാൻ പ്രവർത്തിച്ചത്. മഹാനവറുകൾ കാരണമായി ആയിരക്കണക്കിന് ഇന്ത്യക്കാർ തൗഹീദിലേക്ക്, ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടെന്ന് മഹാനവറുകളുടെ പേരിലുള്ള മൗലിദിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ഒരു ആദർശം അല്ലാഹുവല്ലാതെ ആരാധനക്കർഹൻ ഇല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യൻ അല്ല. അവിടുന്ന് റസൂലുള്ളാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളുടെയും സത്താവായ റബ്ബിന്റെയും ഇടയിൽ സത്താവിന്റെ അനുഗ്രഹങ്ങൾ എത്തിച്ചു തരാൻ വേണ്ടി, സത്താവിന്റെ നിയമങ്ങൾ പഠിപ്പിച്ചു തരാൻ വേണ്ടി, സത്താവിനെക്കുറിച്ച് വിശ്വസിക്കേണ്ടത് എന്താണെന്ന് അറിയിച്ചു തരാൻ വേണ്ടി, മനുഷ്യർ ഏത് ജീവിതം നയിക്കണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി നിയോഗിച്ചിട്ടുള്ള
അല്ലാഹുവിന്റെയും സൃഷ്ടികളുടെയും ഇടയിലുള്ള മധ്യവർത്തിയാണ്, തിരുദൂതരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ മധ്യവർത്തി എന്ന് പറഞ്ഞതുകൊണ്ട് ആർക്കും വിഷമം വേണ്ട. അഫ്ളലുൽ വസായിത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ അദ്ദേഹം ഇസ്ലാഹി പ്രസ്ഥാന നായകനാണ് എന്ന് മുജാഹിദ് സദറിൽ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ആരാണ് എന്നതല്ല എന്റെ വിഷയം. അദ്ദേഹം തന്നെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പ്രയോഗിച്ച പ്രയോഗമാണ് മധ്യവർത്തികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ മധ്യവർത്തി എന്നത്. അവിടെ ഞാൻ എന്റെ വകയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നിരിക്കുന്നു. ആ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീൻ, സർവ്വ ലോകത്തിനും അനുഗ്രഹം എന്ന് ഖുർആൻ പരിചയപ്പെടുത്തി. അല്ലാഹുവിനെ സംബന്ധിച്ച് റബ്ബുൽ ആലമീൻ, സർവ്വ ലോകത്തെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനും രാജാവും ഏകനായ അല്ലാഹ്, സർവ്വ ലോകത്തിനും സർവ്വ അനുഗ്രഹങ്ങളും എത്തിച്ചു കൊടുക്കുന്ന റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞത്, ഇന്നമാ അന ഖാസിമുൻ, നിശ്ചയം ഞാൻ വിതരണം ചെയ്യുന്ന ആളാണ്, സപ്ലൈ ചെയ്യുന്ന ആളാണ്. എന്ത് വിതരണം ചെയ്യുന്ന ആള് എന്ന് അവിടുന്ന് പറഞ്ഞിട്ടില്ല. കാരണം എല്ലാ നന്മയുടെയും വിതരണം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയാണ്. അത് പറഞ്ഞ ഉടനെ അവിടുന്ന് പറഞ്ഞു, വല്ലാഹു ഹുവൽ മുഅ്തി, എല്ലാം നൽകുന്ന കൊടുക്കുന്ന രാജാവ് അല്ലാഹുവാണ്. കാരണം ഉടമസ്ഥൻ അല്ലാഹു മാത്രമാണ്. എല്ലാ നന്മയുടെയും ഉടമസ്ഥനും സത്താവും കൊടുക്കുന്നവരും അല്ലാഹ്. സർവ്വ നന്മകളും വിതരണം ചെയ്യുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന് റഹീം എന്ന പേരുണ്ട് എന്ന് അറിയാത്ത ഒരു മുസ്ലിമും ഇല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അർ-റഹ്മാനിർ റഹീം. നമ്മൾ ഫാത്തിഹ സൂറത്തിൽ തന്നെ അല്ലാഹുവിനെ റഹ്മാൻ റഹീം എന്ന രണ്ട് നാമങ്ങൾ കൊണ്ട് പുകഴ്ത്തുന്നു. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹീമാണ്, റഊഫാണ്. അല്ലാഹു തആല റഊഫാണ്, റഹീമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഊഫും റഹീമും ആണ്. പക്ഷേ ഇത് രണ്ടും രണ്ട് അർത്ഥത്തിലാണ്. അല്ലാഹു റഹീമാണെന്ന് പറഞ്ഞാൽ റഹ്മത്തിനെ സൃഷ്ടിച്ചു കൊടുക്കുന്നവനാണ് അല്ലാഹ്, അനുഗ്രഹം പടച്ചു കൊടുക്കുന്നവനാണ് അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇല്ലാത്തതൊന്നും പടച്ചു കൊടുക്കാൻ കഴിയില്ല, സൃഷ്ടിച്ചു കൊടുക്കാൻ കഴിയില്ല. അലാ ലഹുൽ ഖൽഖ്, സൃഷ്ടിച്ചു കൊടുക്കൽ അല്ലാഹുവിന് മാത്രമുള്ളതാണ്. അതേ സമയത്ത് അല്ലാഹു തആല സൃഷ്ടിച്ചു കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ വിതരണം ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് റഹീം, റഹ്മത്ത് ചെയ്യുന്ന ആള് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല വിശേഷിപ്പിച്ചു. മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റഹമാഉ ബൈനഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജീവിക്കുന്ന സഹാബികൾ, മുഅ്മിനീങ്ങൾ, മുത്തഖീങ്ങൾ, അവരെല്ലാം റഹീമുകളാണ്.
റഹ്മത്ത് ചെയ്യുന്നവരാണ്, അനുഗ്രഹം ചെയ്യുന്നവരാണ് എന്ന് ഖുർആൻ പറയുന്നു. എന്ന് പറഞ്ഞാൽ റഹ്മത്തിനെ സൃഷ്ടിച്ചു കൊടുക്കുന്നവർ എന്നല്ല, സൃഷ്ടിച്ചു കൊടുക്കുന്നവൻ അല്ലാഹു മാത്രമേ ഉള്ളൂ. അവരെല്ലാം റഹ്മത്തിന്റെ നിമിത്തങ്ങളാണ്. അല്ലാഹു തആല റഹ്മത്ത് സൃഷ്ടിച്ചു കൊടുക്കാനുള്ള നിമിത്തങ്ങളാണ്. എല്ലാ നന്മയുടെയും നിമിത്തം ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫലം തുംസിബിനാ നിഅമത്തുൻ ളഹറത് ഔ ബതനത് മിൽനാ ബിഹാ حظا في دين أو دنيا أو دفع بها عنا مكروه فيهما إلا ومحمد صلى الله عليه سببها. ഏത് നന്മകൾ ആർക്ക് എവിടെ എപ്പോൾ എങ്ങനെ കിട്ടുന്നുണ്ടെങ്കിലും, ഏത് മുസീബത്തുകൾ, ഏത് നാശങ്ങൾ തടുക്കപ്പെടുന്നുണ്ടെങ്കിലും അതിനെല്ലാം നിമിത്തം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അങ്ങനെ സർവ നന്മയുടെയും വിതരണക്കാരനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഇന്നമാ അന ഖാസിം, നിശ്ചയം ഞാൻ വിതരണം ചെയ്യുന്ന ആളാണ്. വല്ലാഹു ഹുവൽ മുഅ്തി, കൊടുക്കുന്ന രാജാവ് അല്ലാഹുവാണ്. ഇവിടെ ഫരീദുദ്ദീൻ ഔലിയ അന്ത്യവിശ്രമം കൊള്ളും. അതുപോലെ ലോകത്ത് പല ഔലിയാക്കളും അന്ത്യവിശ്രമം കൊള്ളും. ഒരു വലിയനും, ഒരു നബിക്കും, ഒരു മലക്കിനും, ഒരു മനുഷ്യനും, ഒരു ജീവിച്ചിരിക്കുന്നവർക്കും, ഒരു വഫാത്തായവർക്കും, ഒരു യന്ത്രത്തിനും, ഒരു മന്ത്രത്തിനും, ഒരു തന്ത്രത്തിനും, ഒരു ഡോക്ടർക്കും, ഒരു എഞ്ചിനീയർക്കും, ഒരു രാജാവിനും, ഒരു ഉദ്യോഗസ്ഥനും, ഒരു സാമ്പത്തിക ശേഷിയുള്ള ധനികനും, ഒരാൾക്കും ഖൈറും ശർറും സൃഷ്ടിച്ചു കൊടുക്കാൻ കഴിയില്ല. വൽഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്. സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ 1ാം ക്ലാസ് 2ാം ക്ലാസ് മുതൽക്ക് തന്നെ പഠിച്ചു കഴിഞ്ഞു. വൽഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്. ഏത് ഖൈറും, ഏത് നന്മയും, ഏത് തിന്മയും മിനല്ലാഹ്, അല്ലാഹുവിങ്കൽ നിന്ന് തന്നെയാണ്. അല്ലാഹു അല്ലാതെ ഒരു ഖൈറും ഒരു ശർറും സൃഷ്ടിച്ചു കൊടുക്കുന്നവൻ ഇല്ലേ ഇല്ല. അപ്പോൾ പിന്നെ ഡോക്ടറോ, ഡോക്ടർ ഒരു നിമിത്തമാണ്. മരുന്നോ, മരുന്നൊരു നിമിത്തമാണ്. അമ്പിയാക്കളോ, അമ്പിയാക്കൾ നന്മകളുടെ നിമിത്തങ്ങളാണ്. ഔലിയാക്കളോ, ഔലിയാക്കൾ നന്മയുടെ നിമിത്തങ്ങളാണ്. നമ്മുടെ ബാപ്പയുമ്മയോ നമ്മുടെ നന്മയുടെ നിമിത്തമാണ്. ഇങ്ങനെ ഓരോരുത്തർക്കും പലവിധത്തിലുമുള്ള നിമിത്തങ്ങളാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൊടുക്കുന്നവനും തടയുന്നവനും അല്ലാഹു മാത്രം. സുന്നത്ത് ജമാഅത്തിന്റെ ആദർശമാണ് ഞാൻ പറയുന്നത്. ഈമാൻ കാര്യമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ആദർശം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിന്റെ അടിത്തറ وجامع المعنى الذي تقرر شهادة الإسلام فطرح المرار. സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങൾ, ആശയങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് ഇബ്രാഹിം ജൗഹറത്തുൽ പറഞ്ഞു, എല്ലാ വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളിക്കുന്ന വാചകമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹൻ ഇല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യൻ അല്ല. അല്ലാഹുവിന്റെയും ശക്തികളുടെയും ഇടയിലുള്ള മധ്യവർത്തിയാണ്, ദൂതരാണ്. നന്മകളും നിയമങ്ങളും ആശയങ്ങളും എല്ലാം എത്തിച്ചു തരുന്ന അല്ലാഹു നിയോഗിച്ചയച്ചിട്ടുള്ള ആളാണ്. ഇതിലെല്ലാ വിഷയങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. അതാണ് ഷഹാദത്ത് കലിമ. ഇതാണ് നമ്മുടെ ആദർശം. മുസ്ലിമീങ്ങളിൽ ബഹുമാനപ്പെട്ട ഫരീദുദ്ദീൻ ഔലിയ മഹാനവറുകളെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ നിമിത്തമായി പ്രവർത്തിച്ച
ഡൽഹിയിലെ ഖാതിബ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളും ഖാജാ മുഈനുദ്ദീൻ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹു അല്ലദീ തങ്ങളുമെല്ലാം ഇവിടെ പ്രവർത്തിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആദർശത്തിന് വേണ്ടിയാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ? ബഹുമാനപ്പെട്ട ഖാജാ അവറുകൾ ഇറാഖിലൂടെ സഞ്ചരിക്കുന്നതിനിടയിൽ ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു അല്ലദീ തങ്ങളുമായി സംഗമിക്കും. മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞതുപോലെ അവരാരും മുശ്രിക്കീങ്ങളല്ല, അവരാരും അമുസ്ലിമീങ്ങളല്ല. മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് മുജാഹിദുകൾ ഒന്നടങ്കം ഒരുമിച്ചുള്ള കാലത്ത് എഴുതിയത് യാതൊന്നു കാണുവതു നാരായണ പ്രതിമ, യാതൊന്നു ചൊല്ലുവതു നാരായണായ നമ, യാതൊന്നു കേൾക്കുവതു നാരായണ ശ്രുതിമ എന്ന് ശ്രീ ശങ്കരാചാര്യരുടെ തത്വശാസ്ത്രക്കാരനായിരുന്നു അബ്ദുൽ ഖാദിർ ജീലാനി എന്നാണ് അൽമനാർ പത്രത്തിൽ മുജാഹിദുകൾ എഴുതിയത്. മുസ്ലിമീങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഒരിക്കലും അങ്ങനെയുള്ള ഒരു അമുസ്ലിം സഹോദരൻ അല്ല, മറിച്ച് ഔലിയാക്കളുടെ നേതാവാണ്. മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഫത്ഹുർ റബ്ബാനിയും കിതാബുൽ ഹുന്യത്തും ഫുതൂഹുൽ ഗൈബും അങ്ങനെ തുടങ്ങി ധാരാളം കിതാബുകൾ നമ്മുടെ മുൻകൈയിൽ ഉണ്ട്. ആ കിതാബുകളെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആശയമാണ് പ്രചരിപ്പിച്ചിട്ടുള്ളത്. അതിലടിയുറച്ചു നിന്നുകൊണ്ട് 100% അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചതിനാൽ അള്ളാഹു വലിയ സ്ഥാനം നൽകിയിട്ടുള്ള മഹാനാണ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. സുൽത്താനുൽ ഖുദ്ദ് ഖാജാ മുഈനുദ്ദീൻ അജ്മീരി മഹാനവർകളെ അനുസ്മരിക്കുന്ന മാസമാണ് റജബ്. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിക്കുന്ന മാസമാണ് റജബ്. റജബ് എന്ന് പറയുന്നത് തന്നെ വലിയ പുണ്യമുള്ള മാസമാണ്. 4 മാസങ്ങളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു അർബഅത്തുൻ ഹുറും, 4 മാസങ്ങൾ പ്രത്യേകം പവിത്ര മാസമാണ്. ആ 4 മാസങ്ങൾ അല്ലാഹു തആല വെച്ചത് കൊല്ലത്തിന്റെ തുടക്കത്തിൽ 1 മുഹറം, കൊല്ലത്തിന്റെ അവസാനത്തിൽ 2 ദുൽഖഅദ് ദുൽഹജ്ജ്. അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. കൊല്ലം തുടങ്ങുന്നത് തന്നെ ഒരു പവിത്ര മാസം കൊണ്ട്, തീരുന്ന സമയത്ത് അവസാനല്ലേ നന്നാണ്ടത്. കുട്ടിക്കാലത്തൊക്കെ സുന്നിയായിട്ട് അവസാനം മുജാഹിദായി പോയിട്ട് കാര്യമുണ്ടോ? ആഖിബത്തല്ലേ നന്നാകേണ്ടത്. അതുകൊണ്ട് തന്നെ അവസാനം അല്ലാഹു തആല 2 മാസം പവിത്രമാസമായി വെച്ചു. അവസാനമല്ലേ കൂടുതൽ നന്നാകേണ്ടത്. ദുൽഖഅദ് ദുൽഹജ്ജ് 2 പ്രധാനപ്പെട്ട മാസം. അങ്ങനെ വരുമ്പോൾ 2 തല നന്നായാ മതിയോ? മദ്യവും നന്നാകണ്ടേ? അല്ലാഹു തആല ബർക്കത്തിനു വേണ്ടി മദ്യത്തിൽ 1 മാസം വെച്ചു. അതാണ് റജബ്. ആദ്യവും യുദ്ധം ഹറാമാക്കപ്പെട്ടിരുന്ന പവിത്രമാസം, അവസാനം 2 മാസം പവിത്രമാക്കപ്പെട്ടത്. മദ്യത്തിൽ റജബ് എന്ന് പറയുന്ന വേറൊരു പവിത്രമാസം. ആ മാസം ഇങ്ങ് വരുന്നതോടുകൂടി അതിന്റെ അപ്പുറത്ത് വലിയ ബഹുമാനമുള്ള 2 മാസം, അതാണല്ലോ ശഅബാനും റമളാനും. അല്ലാഹു നമുക്ക് സ്വീകരിക്കാനും യാത്രയക്കാനും പലതവണ തൗഫീഖ് നൽകട്ടെ. സുഹൃത്തുക്കളെ, ഈ റജബ് മാസത്തിലാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത്. ഈ റജബ് മാസത്തിലാണ് സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ അജ്മീരി തങ്ങളുടെ വഫാത്ത്. ആ സുൽത്താനുൽ ഹിന്ദ് തങ്ങൾ ഇറാഖിലൂടെ എങ്ങനെ പോവുകയാണ്. പോകുന്ന സമയത്ത് അങ്ങകലെ തീ കത്തുന്നത് കാണുന്നു. അപ്പോൾ മഹാനവറുകൾ തീ കത്തുന്നത് കണ്ടപ്പോ ശിഷ്യന്മാരോട് ആ ഉള്ള സ്ഥലത്ത് പോയി തീയെടുത്തു കൊണ്ടുവരാൻ പറഞ്ഞു. ശിഷ്യന്മാർ ചെന്ന് നോക്കുമ്പോ ഒരു ദേവാലയത്തിലെ തീയാണ്, ഒരു അമ്പലത്തിൽ കത്തിക്കുന്ന തീയാണ്. അതിന്റെ സമീപത്ത് ചെല്ലുമ്പോ ഈ ശിഷ്യന്മാർക്ക് കണക്കിന് കിട്ടി. അവർ തിരിച്ചു വന്ന് പറഞ്ഞു, ശൈഖ് അവറുകളെ, അത് ഈ തീനെ ആരാധിക്കുന്ന ആളുകളാണ്, വെറും ഒരു തീയല്ലത്.
തീനെ ആരാധിക്കുന്ന ആഗ്നേയരാണ്, മജൂസികളാണ്. അവർ ദൈവമായി വെച്ചിട്ടുള്ളത് തീനെയാണ്. അവരുടെ തീയെടുക്കാൻ ചെന്നപ്പോ ഞങ്ങൾക്ക് കണക്കിന് കിട്ടി. മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ അജ്മീരി തങ്ങൾ പറഞ്ഞു, നമുക്കവരെ സമീപിക്കാം. അങ്ങനെ മഹാനവറുകൾ അടക്കം ചെന്നിട്ടവരെ ചീത്ത പറഞ്ഞിട്ടില്ല, തെറി പറഞ്ഞിട്ടില്ല, വർഗീയത പ്രസംഗിച്ചിട്ടില്ല, അവരെ നിന്ദിച്ചിട്ടില്ല, പരിഹസിച്ചിട്ടില്ല. നമ്മുടെ ആദർശ പ്രചരണം എന്ന് പറയുന്നത് മറ്റൊരാളെ പരിഹസിക്കലല്ല, വേറെ ഒരാളെ ചീത്ത പറയലല്ല, നമ്മൾ വേറെ ഒരാളെ ഇൻസൾട്ടാക്കലല്ല. മറിച്ച് നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസം വളരെ സൗമ്യമായ നിലയ്ക്ക് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കലാണ്. ബഹുമാനപ്പെട്ട ഖാജാവറുകൾ ചെന്ന് പറഞ്ഞു, മക്കളെ, നിങ്ങൾ ലോകസത്താവായ അള്ളാഹുവിനെ ആരാധിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഞാൻ ലോകസത്താവായ അള്ളാഹുവിനെ ആരാധിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കുന്നു. ഈ തീ എന്ന് പറയുന്നത് ഒരു സൃഷ്ടിയാണ്, സത്താവല്ല. ഈ തീക്ക് ഒന്നും ഇവിടെ സൃഷ്ടിക്കാൻ കഴിയില്ല. തീക്ക് ഇവിടെ ഒരു നാശവും ഉണ്ടാക്കാൻ കഴിയില്ല. തീ എന്ത് നാശം തീയിലൂടെ നടക്കുന്നുണ്ടോ അത് സൃഷ്ടിക്കുന്നവൻ അല്ലാഹുവാണ്. തീയിലൂടെ ഏത് നന്മ ലഭിക്കുന്നുണ്ടോ അത് സൃഷ്ടിക്കുന്നവനും അല്ലാഹുവാണ്. വൽഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്. തീ കൊണ്ട് ഭക്ഷണം പാകം ചെയ്യുന്നു, നന്മയാണ്, അത് സൃഷ്ടിക്കുന്നവൻ അല്ലാഹുവാണ്. തീ കൊണ്ട് ചിലപ്പോൾ പൊള്ളിയിട്ട് മനുഷ്യൻ മരിച്ചു പോകുന്നു, അവിടെ മൗത്തിനെ സൃഷ്ടിക്കുന്നവനും അല്ലാഹുവാണ്. ഇവിടെ കൊടുക്കുന്നവനും തടയുന്നവനും രാജാവായ ലോകസത്താവായ അല്ലാഹു മാത്രമാണ്. ഈ തീക്ക് സ്വന്തമായി യാതൊരു ശക്തിയും ഇല്ല, ഒരു കഴിവും ഇല്ല. അതുകൊണ്ട് ഈ തീയിനെ ആരാധിക്കുന്നതിന് പകരം നിങ്ങൾ തീയിനെയും കൂടി സൃഷ്ടിച്ച പടച്ചവനെ ആരാധിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു. അഥവാ നിങ്ങൾ എന്റെ ഉപദേശം സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതേസമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ലോകസട്ടാവായ പടച്ചവൻ ഇവിടെയുള്ള തീയിന്റെ എത്രയോ ഇരട്ടി ചൂടുള്ള ഒരു തീ അതാ മരണശേഷമുള്ള ജീവിതത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ തീയിൽ നിങ്ങൾ കടത്തപ്പെട്ടാൽ അതിന്റെ ചൂട് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. അത് നരകത്തീയാണ് മക്കളെ. ഇത് കേട്ടപ്പോ നിങ്ങളെന്താണ് തീക്കൊരു കഴിവില്ല എന്ന് പറഞ്ഞത്? മഹാനവറുകൾ പറഞ്ഞു, അത് ഞാൻ വേഗം കാണിച്ചു തരാലോ. നിങ്ങളൊരു ബക്കറ്റ് വെള്ളം കൊണ്ടുപോവാ, ഈ തീയിലൊന്ന് ഒഴിച്ചു നോക്ക്, തീയിന്റെ അഡ്രസ് ഉണ്ടാവില്ല. പിന്നിങ്ങനെ ഒരു വെള്ളത്തിന്റെ മുമ്പിൽ പരാജയപ്പെടുന്ന സാധനം ദൈവാകാൻ പറ്റുമോ? വെള്ളത്തിന്റെ മുമ്പിൽ പരാജയപ്പെടുന്ന ഒരു സാധനം ദൈവമാകാൻ പറ്റുമോ? ആരാധിക്കാൻ പറ്റുമോ? അപ്പൊ ഇവര് പറഞ്ഞു, അത് പ്രകൃതിപരമായ ഒരു വിഷയല്ലേ. വെള്ളം തീയിലേക്ക് വെച്ച് ആ വെള്ളം കൊണ്ട് തീക്കെട്ട് പോകുന്നുള്ളത്, അതുകൊണ്ട് പഠിച്ചവനാണ് എല്ലാം ചെയ്യുന്നത് എന്നുള്ളൊരു തെളിവാവോ? അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ആ പഠിച്ചവനെ ആരാധിച്ച് നടക്കുന്ന ഒരാളാണല്ലോ, നിങ്ങളെന്നാൽ ഈ തീയിലേക്കൊന്ന് പ്രവേശിക്കുമോ? എന്നിട്ട് പഠിച്ചവൻ ഈ തീ കൊണ്ട് നിങ്ങളെ പൊള്ളിക്കാതെ ഒന്നും സംഭവിക്കാതെ നിങ്ങൾക്ക് സുരക്ഷിതമായി വരാൻ കഴിയുമോ? ഞങ്ങളൊന്ന് നോക്കട്ടെ. മഹാനായ ഖാജാ മുഈനുദ്ദീൻ അജ്മീരി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങള് എല്ലാ വലികളും ഓരോ നബി വസി, ഞാൻ എന്റെ സീബവാക്കാൽ വസി എന്നോവർ എന്ന് ബഹുമാനപ്പെട്ട ഗൗസുൽ തങ്ങൾ പറഞ്ഞതുപോലെ അമ്പിയാക്കളെ പിന്തുടർന്നുകൊണ്ട് അമ്പിയാക്കളുടെ ഖദമിലാണല്ലോ. അമ്പിയാക്കളെ കൂട്ടത്തിൽ തീയിലെറിയപ്പെട്ടിട്ട് ഒന്നും സംഭവിക്കാത്ത ഒരു നബിയും റസൂലുമുണ്ടല്ലോ, ഖലീലുല്ലാഹി ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സുന്നത്ത് ജമാഅത്തിന്റെ ആദർശമായ, ഇസ്ലാമിന്റെ ആദർശമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആദർശം പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ നമ്രൂദ് തീയിലേക്ക് എറിഞ്ഞു. പക്ഷേ തീ ഒന്നും ചെയ്യാൻ തീക്ക് സാധിച്ചില്ല.
കാരണം പടച്ച റബ്ബിന്റെ ഓർഡർ തീ സുരക്ഷിതമായി എയർ കണ്ടീഷനാകണമെന്നാണ്. അതറിയിക്കുന്ന ഒരായത്തുണ്ടല്ലോ പരിശുദ്ധ ഖുർആനിൽ, ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹീം. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ കൈ ഇങ്ങോട്ട് പിടിച്ചു. ആ ചെറുപ്പക്കാരൻ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്, തീരാരാധിക്കുന്ന ആളാണ്. ആ ചെറുപ്പക്കാരന്റെ കൈ ഇങ്ങോട്ട് പിടിച്ചു. കൈ പിടിച്ചിട്ട് അതാ കത്തുന്ന തീയിലേക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹീം. ഈ ആയത്തും ഓതിയിട്ട് തീയിലേക്ക് അങ്ങ് നടക്കുകയാണ്. അവരുടെ കൂട്ടത്തിലുള്ള ഒരു ചെറുപ്പക്കാരന്റെ കയ്യും പിടിച്ചാ നടക്കുന്നത്. ഇവരിങ്ങനെ നിലവിളിക്കുകയാണ്. മഹാനവറുകൾ നേരെ ചെന്ന് തീയിന്റെ ഉള്ളിലേക്ക് അങ്ങ് കടന്നു. തീയിന്റെ ഉള്ളിലേക്ക് കടന്നു. ഒരല്പസമയം കഴിഞ്ഞിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തീയിൽ നിന്ന് സുരക്ഷിതമായി ഇറങ്ങിയത് ഖുർആനിലില്ലേ? എന്നാൽ സുഹൃത്തുക്കളെ, ഖുർആനിലുള്ള ആ സംഭവത്തിന്റെ പുറമെ ഇബ്നു തൈമിയ്യ എല്ലാ പുത്തൻവാദികളും മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും സർവ ജമാഅത്തെ ഇസ്ലാമിയും തബ്ലീഗ് ജമാഅത്തും എല്ലാവരും അംഗീകരിക്കുന്ന പണ്ഡിതനല്ലേ? ആ ഇബ്നു തൈമിയ്യ അൽ ഫുർഖാൻ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞൊരു സംഭവമില്ലേ? അബൂ മുസ്ലിമിൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിനെ വ്യാജ പ്രവാചകനായി വന്ന അതേ അസ്വദുൽ അൻസി തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞപ്പോൾ തീക്കുണ്ടാരത്തിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിച്ചു അബൂ മുസ്ലിമിൽ ഖൗലാനി. ഇറങ്ങി വന്നപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു സ്വീകരണം സംഘടിപ്പിച്ചു. മഹാനവറുകൾ തീക്കുണ്ടാരത്തിൽ നിന്ന് സുരക്ഷിതമായി വന്ന വലിയാണ്. അതേ ആ സ്വീകരണ യോഗത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അധ്യക്ഷനാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ ലം യുമിത്നി ഹത്താ അറാ മൻ ഫുഇല ബിഹി കമാ ഫുഇല ബിൽ ഖലീൽ ഇബ്രാഹീം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ചെയ്തതുപോലെ ചെയ്തിട്ട് ഒന്നും സംഭവിക്കാതെ തിരിച്ചു വന്ന ഈ മഹാനായ വലിയനെ കാണാൻ ഭാഗ്യം തന്ന അല്ലാഹുവിന് സർവസ്തുതിയും. അൽഹംദുലില്ലാഹ്. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ആ പ്രസംഗമടക്കം ഇബ്നു തൈമിയ്യ അൽ ഫുർഖാനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഔലിയാക്കൾക്കും അത് സംഭവിക്കുമെന്നത് ഇബ്നു തൈമിയ്യ തന്നെ രേഖപ്പെടുത്തിയല്ലോ. ഇനി അതിന് സംശയം വേണ്ടല്ലോ. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ആ തീയിന്റെ ഉള്ളിൽ നിന്ന് സുരക്ഷിതമായി ആ ചെറുപ്പക്കാരന്റെ കയ്യും പിടിച്ച് ഇറങ്ങി വരികയാണ്. ഈ തീനെ ആരാധിക്കുന്ന കക്ഷികൾ ചോദിച്ചു, ഈ ചെറുപ്പക്കാരനോട് എന്താ സംഭവിച്ചത്? ഒന്നുമില്ല, നല്ലൊരു തോട്ടം. അതിനുള്ളിൽ കയറി നോക്കുമ്പോൾ നല്ല ഒരു തോട്ടം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് എയർ കണ്ടീഷനാണ് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? തണുപ്പാകണം എന്ന് പറഞ്ഞിട്ട് വല്ലാതെ തണുപ്പ് ബസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് സലാമൻ, സുരക്ഷിതമായ തണുപ്പ്, എയർ കണ്ടീഷൻ. അതേപോലെ ഈ തീ നല്ല ഒരു തോട്ടമായിരുന്നു എന്ന് ചെറുപ്പക്കാരൻ പറയുകയാണ്. തീനെ ആരാധിച്ചുകൊണ്ടിരുന്ന മുഴുവൻ ആളുകളും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്, ഷഹാദത്ത് കലിമ പ്രഖ്യാപിക്കുകയാണ്. ഓ സുഹൃത്തുക്കളെ, അങ്ങനെയുള്ള എത്രയോ മഹാന്മാർ അവര് സൂഫിയാക്കളാണ്. സൂഫിയാക്കൾ എന്ന് പറഞ്ഞാൽ കുറെ തോന്നിവാസം ചെയ്യുന്നവരല്ല, കുറെ നിസ്കരിക്കാതെ നടക്കുന്നവരല്ല, കുറെ നോമ്പിന് പച്ചാപ്പകലിൽ വെള്ളം കുടിക്കുന്നവരല്ല. സൂഫിയാക്കൾ എന്ന് പറഞ്ഞാൽ അലിമീങ്ങളെ ചീത്ത പറയുന്നവരല്ല, വ്യാജ തരീഖത്തുകാരല്ല, കാര്യലാഭത്തിന് ചൂഷണം ചെയ്യുന്നവരല്ല. ശരിയായ സൂഫിയാക്കൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാരോടും വിദ്വേഷമില്ലാതെ
ആരോടും വൈരാഗ്യമില്ലാതെ, ഒരൽപ്പവും അഹങ്കാരമില്ലാതെ, അല്പവും അസൂയയില്ലാതെ, ആരെയും ദ്രോഹിക്കാതെ, സംശുദ്ധമായ മനസ്സോടുകൂടി സംശുദ്ധമായ പ്രവർത്തനം നടത്തി ഇബാദത്തിൽ മുഴുകി ജീവിക്കുന്ന മഹാന്മാർ, അങ്ങനെയുള്ള യഥാർത്ഥ സൂഫിയാക്കളെ ഇബ്നു തൈമിയ്യ അംഗീകരിച്ചല്ലോ, ഇബ്നുൽ ഖയ്യിം അംഗീകരിച്ചല്ലോ, ലോകത്ത് കഴിഞ്ഞു പോയ വിവരമുള്ളവരെല്ലാം അംഗീകരിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള മഹാന്മാരായ സൂഫിയാക്കൾ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ, ആ മഹാന്മാരിൽ കണ്ട കറാമത്തുകൾ, അവരിലൂടെ ലോകത്ത് പ്രകടമായ കറാമത്തുകൾ എല്ലാം കൊടുക്കുന്നവൻ അല്ലാഹു തന്നെ. ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്ന കറാമത്തുകൾ, അമ്പിയാക്കൾക്ക് നൽകിയ മുഅ്ജിസത്തുകൾ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ മുഅ്ജിസത്തുകൾ, അതിലൂടെയല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആദർശം ലോകമെമ്പാടും പ്രചരിപ്പിക്കപ്പെട്ടത്. ഈ പ്രദേശത്തും അങ്ങനെ തന്നെയല്ലേ ഇസ്ലാം ദീൻ പ്രചരിച്ചിട്ടുള്ളത്. ആ കഴിഞ്ഞു പോയ മഹാന്മാർ അവരേതൊരാദർശത്തിലായിരുന്നോ, അവര് പഠിപ്പിച്ച വിശ്വാസം എന്തായിരുന്നോ, അവര് പഠിപ്പിച്ച ആചാരം എന്തായിരുന്നോ, അവര് പഠിപ്പിച്ച നിയമങ്ങൾ എന്തായിരുന്നോ, അത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയമായിരുന്നു. അവിടുത്തെ സഹാബത്ത് ലോകത്ത് വിതരണം ചെയ്ത ആശയമായിരുന്നു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സഹാബികളും അതേ താബീങ്ങളും തബഉ താബീങ്ങളും അവരെ പിൻഗാമികളുമായി ജീവിച്ച മുസ്ലിം പണ്ഡിതന്മാർ അവര് പഠിപ്പിച്ച ആദർശമാണ് കേട്ടോ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം. അതാണ് മുസ്ലിം ജമാഅത്തിന്റെ ആദർശം, അതാണ് SSFന്റെ ആദർശം, അതാണ് SYSന്റെ ആദർശം, അതാണ് കേരള മുസ്ലിം ജമാഅത്തിന്റെ ആദർശം, അതാണ് മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദർശം. അതിൽ നിന്ന് വിട്ടുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പ്രവർത്തിക്കുന്നുവെങ്കിൽ അതിന് ഈ ആദർശ പ്രസ്ഥാനം ഉത്തരവാദി അല്ല. ഞാൻ ഉദാഹരണം പറയുന്നു. അജ്മീർ ഖാജാ മുഈനുദ്ദീൻ ജിസ്രി അജ്മീരി തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയി. വിനീതനായ ഞാൻ പോയി. കാരണം എല്ലാവർക്കും അറിയാം, മഹാന്മാരെ സന്ദർശിക്കൽ ഒരു ഭാഗ്യമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് ശുഹദാക്കളെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. കാരണം അവർ വലിയ മഹാന്മാരാണ്. അവരുടെ ഖബറിന്റെ സമീപത്ത് എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. സഹീഹുൽ ബുഖാരിയിൽ കാണാം, സല്ലല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖത്ല ഉഹദിൻ. ഉഹദ് ശുഹദാക്കളുടെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന നടത്തി. മഹാന്മാരുടെ പേരിൽ പ്രാർത്ഥന നടത്തൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്താണ്, നടപടിയാണ്. ആ നടപടി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നടപടിയാണ് മഹാന്മാരെ സന്ദർശിക്കുന്നത്. ഇവിടെ ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യൽ അത് ഏറ്റവും വലിയ ഒരു പുണ്യകർമ്മമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, അതേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്നു, വലൗ അന്നഹും യളമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. നമ്മുടെ വിശിഷ്ട അതിഥിയായിട്ട് ക്ഷണിക്കപ്പെട്ട മന്ത്രി ഇലക്ഷൻ എടുത്ത സമയമാണ് നമ്മുടെ സദസ്സിൽ വന്നിട്ടുള്ളത്. അതിൽ നമ്മൾ പ്രത്യേകം സന്തോഷം രേഖപ്പെടുത്തുന്നു.
നല്ല കാര്യങ്ങൾക്ക് എല്ലാവർക്കും പഠിച്ചവൻ ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മുടെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ നമ്മൾ കക്ഷി രാഷ്ട്രീയത്തിന്റെ ആളുകൾ അല്ല. തെരഞ്ഞെടുപ്പ് നടന്നാൽ ഈ രാഷ്ട്രത്തിനും സമൂഹത്തിനും സുന്നി സമൂഹത്തിനും എല്ലാവർക്കും ഗുണം ചെയ്യുന്ന ആളുകൾ ഭരണത്തിൽ വരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യും. സഹോദരന്മാരെ, അത് പഠിച്ചവന് അറിയാം. അതുകൊണ്ടാണ് പഠിച്ചവനോട് പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യൽ, സന്ദർശിക്കൽ അതൊരു വലിയ പുണ്യകർമ്മമാണ്. അദ്ദേഹത്തിന്റെ ഒരു 2 വാക്ക് നമ്മളെ അതിഥിയാണ് സംസാരിച്ചിട്ട് ഞാൻ എന്റെ പ്രസംഗം തുടരാം. അവർ വലിയ തിരക്കുള്ള ആളുകൾ, അവരെ പരിഗണിക്കണമല്ലോ. അവരുടെ എന്റെ പ്രസംഗം ഞാൻ ശേഷം തുടരാം. അദ്ദേഹത്തിന് ഒരു 2 വാക്ക് പറയാൻ വേണ്ടി സന്ദർഭം കൊടുക്കും. ബഹുമാനരെ, നമസ്കാരം. ഞാൻ പ്രസംഗം തടസ്സപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. സ്വാഭാവികമായിട്ട് ഇന്ന് സ്വല്പം അധികം തിരക്കുകളുള്ള ദിവസമാണ്. എന്നെ ഇവിടെ വിശിഷ്ടാതിഥിയായി ക്ഷണിച്ചതിൽ ഏറെ നന്ദിയുണ്ട്. ഇന്ന് SYSന്റെ ഈ ആദർശ സമ്മേളനവും പ്രാർത്ഥനാ മജ്‌ലിസും ഇന്നീ പുണ്യനഗരമായ കാഞ്ഞിരമറ്റത്ത് സംഘടിപ്പിച്ചു എന്നുള്ളത് വേറെ ചാരിതാർത്ഥ്യം നൽകുന്ന ഒന്നാണ്. എന്റെ നിയോജകമണ്ഡലം എന്ന നിലയിൽ ഈ പ്രദേശത്ത് നടക്കുന്ന ഒരു വലിയ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതിലേറെ സന്തോഷമുണ്ട്. ഇവിടെ കടന്നു വന്ന നിങ്ങളെല്ലാവരെയും ഞാൻ പ്രത്യേകമായി അനുമോദിക്കുന്നു. ഇവിടെ വളരെ നല്ല രീതിയിൽ ഞാൻ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ സ്റ്റേജിലേക്ക് വരുന്നില്ല, ഞാൻ അവിടെ നിന്ന് കണ്ടിട്ട് പോയിക്കോളാം. കാരണം പ്രസംഗം നന്നായിട്ട് കയറി വരികയാണ്. അപ്പം കയറി വരുന്ന പ്രസംഗത്തെ തടസ്സപ്പെടുത്തുന്ന ഒട്ടും അഭികാമ്യമല്ല. അതുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാ നന്മകളും പ്രാർത്ഥനാ മംഗളങ്ങളും ഞങ്ങൾ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ അർപ്പിക്കുന്നു. മഹാനായ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് വരണമെന്നാണ് ഖുർആൻ പറയുന്നത്. ജാഊക്ക്, തങ്ങളെടുക്കൽ വരണം. അങ്ങനെ വരണമെന്ന് പറയുമ്പോ ഹാഫിദ് ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞല്ലോ, യുർസിദു തആല അൽ-ഉസാത വൽ മുദ്നിബീന, പാപം ചെയ്തു പോയ എല്ലാവർക്കും പടച്ചവന്റെ നിർദ്ദേശമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിക്കണം. കഴിയുന്നവർ സമീപിക്കണം. കഴിയുന്നവർ എന്ന് ഞാൻ പറയാൻ കാരണം ഹജ്ജ് പോലും അങ്ങനെയാണല്ലോ. കഴിയുന്നവർ സമീപിക്കണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് ചെന്നിട്ട് അവിടുന്ന് പടച്ചവനോട് പൊറുക്കലിനെ ചോദിക്കണം. ഇബ്നു കസീർ ഒന്നുകൂടി പറയുന്നു, ജീവിതത്തിൽ വന്ന തെറ്റുകളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വേവലാതി പറയണം. എന്നിട്ട് നബി തങ്ങൾ അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് റെക്കമെൻഡ് ചെയ്യണം. അങ്ങനെ വന്നാൽ പാപം പൊറുക്കപ്പെടും. ഹാഫിദ് ഇബ്നു കസീർ ഈ ആയത്തിൽ പറഞ്ഞ വ്യാഖ്യാനമാണ്. എന്റെ വകയിൽ ഞാനൊന്നും പറയില്ല, പണ്ഡിതന്മാര് പറഞ്ഞതേ പറയുള്ളൂ. മതകാര്യം അങ്ങനെയാണ്, സ്വന്തം പറയാൻ പാടില്ല. പണ്ഡിതന്മാര് പറഞ്ഞതേ പറയാവൂ. ഇതുകൊണ്ട് തന്നെയാണ് സുഹൃത്തുക്കളെ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദിന്റെ ഉസ്താദായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാറത്തിന്റെ സമീപത്ത് അബൂ ജഅഫറിൽ മൻസൂർ എന്ന് പറയുന്ന ഗവർണർ നിൽക്കുമ്പോ ഗവർണറോട് പറഞ്ഞു, ബലിസ്തഖ്ബിൽഹു വസ്തശ്രീബിഹി, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങളിലേക്ക് മുന്നിട്ട് നിന്നുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചോ. വസ്തശ്ഫീ ബിഹി, ആ നബിയോട് നിങ്ങൾ റെക്കമെന്റ് തേടിക്കോ. ഗവർണറേ, നബിയോട് റെക്കമെന്റ് തേടാനാ പറയുന്നത്, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാനാ പറയുന്നത്. പറഞ്ഞതാരാണ്? ബുഖാരി ഇമാമിന്റെ ഉസ്താദിന്റെ ഉസ്താദ്, 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ ഒരാളായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. എന്നിട്ട് മഹാനവറുകൾ ഖുർആനിൽ നിന്ന് ആയത്തോടുകയാണ്, വഖദ് ഖാല തആലാ വലൗ അന്നഹും ളലമു അൻഫുസഹും ജാഊക. തെറ്റ് ചെയ്തവർ തങ്ങളെ സമീപത്ത് വരണം, വന്നിട്ട് അല്ലാഹുവിനോട് അവിടെ വെച്ച് അവർ പൊറുക്കലിനെ ചോദിക്കണം. അതിന്റെ പുറമേ ഓ നബിയെ തങ്ങളോട് റെക്കമെന്റിന് ആവശ്യപ്പെടണം. എന്നിട്ട് തങ്ങൾ അവർക്ക് വേണ്ടി റെക്കമെന്റ് ചെയ്താൽ പടച്ചവൻ പുറത്തു കൊടുക്കുമെന്നല്ലേ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇബ്നു കസീർ പറഞ്ഞ അതേ ആശയം തന്നെ മാലിക് ഇമാമും പഠിപ്പിക്കുകയാണ്. ലോകത്തുള്ള എല്ലാ ഇമാമിയങ്ങളും പഠിപ്പിക്കുകയാണ്. മാലികി മദ്ഹബിലെ മദ്ഖൽ നോക്കിക്കോളൂ, അതേ ഹംബലി മദ്ഹബിലെ ഇബ്നു ഖുദാമയുടെ മുഗ്നി നോക്കിക്കോളൂ, അതേ ശാഫിഈ മദ്ഹബിലെ ശറഹുൽ മുഹദ്ദബ് നോക്കിക്കോളൂ, അതേ ഹനഫി മദ്ഹബിലെ ഹിദായ നോക്കിക്കോളൂ. ലോകത്തുള്ള എല്ലാ ഇമാമിയങ്ങളും മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുൽ ഉന്നത്ത് നോക്കിക്കോളൂ, അതേ ഇബ്നു അസാക്കിറിന്റെ ഇബ്നു ബൈഹഖിയുടെ അങ്ങനെ ഹദീസ് പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളൊക്കെ നോക്കിക്കോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് ചെന്ന് അവിടുത്തെ സന്ദർശിക്കണം, അവിടുത്തെ മുന്നിൽ വെച്ച് റബ്ബിനോട് പറയണം, അതുപോലെ അവിടുത്തോട് റെക്കമെന്റിന് ആവശ്യപ്പെടണം എന്ന് എല്ലാ ഇമാമീങ്ങളും പറയുന്നതിന്റെ പുറമേ ഇന്നും മദീനയിൽ അവിടുത്തെ ജാറമുണ്ടല്ലോ, പച്ചക്കുപ്പയുള്ള വലിയ ജാറം. ആ ജാറത്തിന്റെ റൗണ്ട് പില്ലറിന്റെ മേലെ സ്വർണ്ണലിപി കൊണ്ട് എഴുതി വെച്ചത് 1 മാസം മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. അതാ നബി തങ്ങളെ വിളിച്ചു തേടുന്ന പദ്യം. സുഹൃത്തുക്കളെ, യാ ഖൈറ മൻദൂഫീനതി ബിൽഖാഇ അദൂമുഹു ഫതാബ മിൻ തീബിഹിന്നൽ ഖാഉ വൽ ആതമു നഫ്സി ഫി ദാഉൽ ലിഖബ്രിൻ അൻത സാകിനുഹു ഫിഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് അവിടുത്തെ ഖബറിന് ഞാൻ എന്റെ ശരീരം സമർപ്പിക്കുന്നു എന്ന് പറയുന്ന പദ്യം നമ്മളാരും അങ്ങനെ മക്ബറയിൽ പോയി സാധാരണ പറയാറില്ല. പക്ഷേ അവിടെ എഴുതി വെച്ചത് മദീനത്തെ പള്ളിയുടെ ഒരു ചുമര് ജാറത്തിന്റെ ചുമരാണ്. ആ ജാറത്തിന്റെ ചുമരിന്റെ മേലെ അതാ റൗണ്ട് പില്ലറിന്റെ മേലെ എഴുതി വെച്ചത് നഫ്സീ ഫിദാഉൻ ഖബർ അൻത സാകിനുഹു, തങ്ങൾ താമസിക്കുന്ന ഖബറിന് ഞാൻ എന്റെ ശരീരം സമർപ്പിക്കുന്നു നബിയേ. ഇന്നും അവിടെ കിടക്കുകയാണ് ആ പദ്യം. ലോകത്തുള്ള സർവ്വ കിതാബിലുമുള്ളതാണ്. ഇബ്നു കസീറിന്റെ തഫ്സീറിലുണ്ട്, അതേ ഇവാഹിലുണ്ട്. അങ്ങനെ എത്രയോ കിതാബുകളിൽ ഇമാമികൾ പറഞ്ഞ പദ്യം അവിടെ ഇന്നും സ്വർണ്ണലിപി കൊണ്ട് എഴുതി വെച്ചത് എന്തിനാ? ചില പള്ളിയിൽ നബൈത്തുൽ ഇത്തികാഫ ഫീ ഹാദൽ മസ്ജിദി ലില്ലാഹി തആല എഴുതി വെച്ചിട്ടുണ്ട്. അത് ചുമര് നിയ്യത്തിന്ന് പുറത്ത് കാണുന്നതല്ല, ചുമര് നിയ്യത്ത് ചെയ്യാറില്ല. പിന്നെ അതെന്തിനാ? അത് കണ്ടിട്ട് മറ്റുള്ളവര് നിയ്യത്ത് ചെയ്യാനാ. ഇതുപോലെ ഈ ചുമരിന്റെ മേലെ എഴുതി വെച്ചത് അത് കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് തേടാനാ. ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയതും അതിന് തന്നെയാ. സുഹൃത്തുക്കളെ, അങ്ങനെ ഹബീബായ നബി തങ്ങളെ സന്ദർശിക്കണം, അതുപോലെ അവിടുത്തോട് റെക്കമെന്റ് തേടണം. ഇതിലൊന്നും ഒരു മുസ്ലിമിനും തർക്കമില്ല. ഇമാം സുബ്കി പറഞ്ഞില്ലേ, ലമ്മന്നഹു യജൂസു വയഹ്സുനു തവസ്സുലു വൽ ഇസ്തിഗാസത്തു വത്തശഫു ബിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനൊരു കുഴപ്പവുമില്ലെന്ന് നീ ഉറപ്പിച്ചു വെക്കണം എന്ന് മാത്രമല്ല, ഫലം യുൻകിരു ദാലിക അഹദുൻ, അതിനെതിരായി ഹിജ്റ 600 വരെ ലോകത്തൊരു സഹാബിയോ ഒരു പണ്ഡിതനോ ഒരു നബിയോ ഒരു മഹാനോ
ഒരാളും അല്ലാഹുവിന്റെ റസൂലിനോട് റെക്കമെൻഡ് തേടുന്നതിനെതിരെ സംസാരിച്ചിട്ടില്ല. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് മഹാന്മാരെ മഖ്ബറകൾ സിയാറത്ത് ചെയ്യൽ ആവശ്യമാണ്. ഞാൻ ഖാജാ മുഈനുദ്ദീൻ അൽ-ജിസ്രി അജ്മീരി തങ്ങളെ ഖബർ സിയാറത്തിന് ചെന്നു. സിയാറത്തിന് ചെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിവെന്താണ്, സുന്നത്തെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലുള്ളവരെ വിളിക്കാറുണ്ട്. ഖബറിലുള്ളവരെ വിളിച്ചുകൂടാ എന്ന് പറയുന്ന ആശയം അത് ഇസ്ലാമിന്റെ ആശയമല്ല. അതാരോ പടച്ചുണ്ടാക്കിയ ഒരാശയമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഇസ്ലാമിന്റെ ആദർശം പഠിപ്പിച്ചത്. ആ നബി നിങ്ങൾ ഖബറിന്റെ സമീപത്ത് ചെന്നപ്പോൾ അസ്സലാമു അലൈക്കും, ഖബറുള്ള ആൾക്ക് സലാം പറയാണ്. ജീവിച്ചിരിക്കുന്നവരോട് പറയും പോലെ മരണപ്പെട്ടവരോട് പറയാണ് അസ്സലാമു അലൈക്കും. എന്നിട്ട് ആ ഖബറിലുള്ള ആളെ നബി തങ്ങൾ വിളിക്കുകയാണ്, യാ അഹ്ലൽ ഖുബൂർ, ഖബറാളികളെ. ഖബറിലുള്ളവരെ വിളിച്ചുകൂടാ എന്ന പുത്തനാശയം അത് അല്ലാഹുവിന്റെ റസൂലിനെതിരെയുള്ള ഒരു ആദർശമാണ്. റസൂലുള്ളാഹിനോടുള്ള ധിക്കാരമാണ്. ഖുർആനെയും ഹദീസിനെയും വെല്ലുവിളിക്കുകയാണ്. യാ അഹ്ലൽ ഖുബൂർ എന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ആദർശത്തെ വെല്ലുവിളിക്കുകയാണ് പുത്തൻവാദി. അല്ലാഹുവിന്റെ റസൂല് ഖബറിലുള്ളവരെ വിളിക്കുകയാണ്, യാ അഹ്ലൽ ഖുബൂർ, ഖബറാളികളെ, അസ്സലാമു അലൈക്കും. വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജീവിച്ചിരിക്കുന്നവരോട് സംസാരിക്കുന്ന അതേ ഭാഷയിൽ സംസാരിക്കുകയാണ്. അതേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പല സമയത്തും പല നിലക്കും വിളിച്ചിട്ടുണ്ട്. അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ അങ്ങനെ വിളിച്ചിട്ടുണ്ട്. യാ അഹ്ലൽ ഖുബൂർ എന്ന് വിളിച്ചിട്ടുണ്ട്. അതുപോലെ യാ ദാറ ഖൗമിൻ മുഅ്മിനീൻ അങ്ങനെ വിളിയുണ്ട്. അങ്ങനെയൊക്കെ വിളിച്ചത് ഖബറിലുള്ളവരെയാണ്. അല്ലാതെ ഖബറിനെ ദാറ ഖൗമിനെ വീട്ടിനെ വിളിച്ചാൽ അങ്ങനെ വീട്ടിനാരും വിളിക്കൂല. വീട്ടിലുള്ളവരെ വിളിച്ചതാ. ഇന്ത്യ രാജ്യം തോറ്റു എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന മണ്ണ് തോറ്റു എന്നല്ല, ഇന്ത്യക്കാരൻ തോറ്റു എന്നതിന്റെ അർത്ഥം. ഇന്ത്യ ജയിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരൻ ജയിച്ചു എന്നതിന്റെ അർത്ഥം. വസ്അലുൽ ഖറിയ, നാട്ടിനോട് ചോദിക്കണമെങ്കിൽ നാട്ടുകാരോട് ചോദിക്കണം എന്നതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഖബറിലുള്ളവരെ നബി തങ്ങൾ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഇന്നാ ഇൻഷാ അല്ലാഹ്, നിശ്ചയമായും നമ്മൾ ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് അർത്ഥം എല്ലാവർക്കും അറിയോ? അതിന്റെ അർത്ഥം ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് ബികും ലാഹിഖൂൻ, നിങ്ങളെ കൂടെ ഞങ്ങളും വന്ന് ചേരുന്നവരാണ്. കണ്ടില്ലേ നിങ്ങൾ എയർപോർട്ടിൽ പോയി യാത്രയാക്കുമ്പം പറയും പോലെ ഇൻഷാ അല്ലാഹ് 4 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത പ്ലെയിനിൽ ഞാനും വരികയാണ് എന്ന് പറയും പോലെ ഇൻഷാ അല്ലാഹ് ഞങ്ങളും നിങ്ങളെ കൂടെ വരുന്നവരാണ്. ജീവിച്ചിരിക്കുന്നവരോട് സംസാരിക്കും പോലെ വഫാത്തായി പോയവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുകയാണ്. എന്നിട്ടോ സുബ്ഹാനല്ലാഹ്, ഞാൻ നിങ്ങളോട് പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഖബറിന്റെ അടുക്കൽ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. ചിലര് പറയുന്നു, അൽമനാറിൽ ഞാൻ വായിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ സന്ദർശിക്കുന്നതിന് വിരോധം ഇല്ല, പക്ഷേ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി യാത്ര ചെയ്യാൻ പാടില്ല. പിന്നെ ഖബർ ഇങ്ങോട്ട് വന്നിട്ട് സിയാറത്ത് ചെയ്യാൻ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. പറയുന്നതിനൊരർത്ഥം വേണ്ടേ? സിയാറത്ത് എന്ന അറബി വാചകത്തിന്റെ അർത്ഥം തന്നെ സന്ദർശനം എന്നാണ്. വിസിറ്റ്, സന്ദർശനം തന്നെ. അങ്ങോട്ട് പോകാണ്ട് സന്ദർശനം ഉണ്ടാവും. രോഗിയെ സന്ദർശിക്കുന്ന രോഗി നമ്മളെ നോക്കി ഇങ്ങോട്ട് വരുന്നതിനാ രോഗിനെ സന്ദർശിക്കാന്ന് പറയാം. അപ്പൊ സന്ദർശനം എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങോട്ട് പോയി കാണുന്നതിനല്ലേ സന്ദർശനം എന്ന് പറയുന്നു. അപ്പൊ സിയാറത്ത് സുന്നത്താണ്, യാത്ര ചെയ്യാൻ പാടില്ല, അവനെ ഖബർ ഇങ്ങോട്ട് വരണ്ടേ? അങ്ങനെ സംഭവിക്കോ? അപ്പൊ പറയുന്നതിന് അർത്ഥം വേണ്ടേ? ഇനി ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുക്കൽ അങ്ങോട്ട് പോകുന്നു, സന്ദർശിക്കുന്നു, സന്ദർശിച്ചുകൊണ്ട് ഖബറിലുള്ളവരെ വിളിക്കുന്നു, സലാം പറയുന്നു, സാധാരണ ജീവിച്ചിരിക്കുന്നവരോട് സംസാരിക്കും പോലെ സംസാരിക്കുന്നു. എന്നിട്ടോ വേറൊരു സ്ഥലത്ത് ഞാൻ വായിച്ചു, പുത്തൻവാദികൾ എഴുതി വെച്ചിരിക്കുന്നു, ഖബർ സന്ദർശിക്കുന്നതിന് കുഴപ്പം ഇല്ല, പക്ഷേ ഖബറിന്റെ സമീപത്ത് പോയിട്ട് പ്രാർത്ഥിക്കുന്നതിൽ ഒരു പുണ്യവും ഇല്ല. അത് ഏത് ആള് പഠിപ്പിച്ച?
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാൽ അതാണ് ഞങ്ങൾക്ക് ദീൻ. സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞോ ഖബറിന്റെ അടുക്കൽ വെച്ച് ദുആ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞോ? ഇല്ല. ഇല്ലെന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിൽ നിന്ന് ഇറങ്ങി പോവാണ്. മദീനത്തെ പള്ളിയോട് തൊട്ടു ചേർന്നുള്ള ചുമരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടുകൾ തന്നെ. അവിടുന്ന് ഇറങ്ങി പോവാണ് മഖ്ബറയിലേക്ക്. പോയിട്ട് അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോയി വേർക്കാണ്. എവിടുന്ന്? 1,00,000 ഇരട്ടി കൂലി കിട്ടുന്ന പള്ളി. ആ പള്ളിയുടെ സമീപത്ത് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ സമീപത്ത് പോയിട്ട് അവിടുന്ന് വേർക്കാണ്. ഹദീസിലുള്ളതല്ലേ, യഗ്ഫിറുല്ലാഹു ലനാ, ഞങ്ങൾക്ക് അല്ലാഹു തആല പുറത്തു തരട്ടെ. എവിടുന്നാ പറയുന്നത്? ഖബറിന്റെ അടുത്താ പറയുന്നത്. ഖബറിന്റെ അടുത്ത് പോയിട്ടാ പറയുന്നത് യഗ്ഫിറുല്ലാഹു ലനാ, ഞങ്ങൾക്ക് അല്ലാഹു തആല പുറത്തു തരട്ടെ. വലക്കും, ഖബറിലുള്ള നിങ്ങൾക്കും അല്ലാഹു പുറത്തു തരട്ടെ. യർഹമുല്ലാഹുൽ മുസ്തഖ്ദിമീന മിന്നാ വൽ മുസ്തഖിരീൻ. അതെ, പിന്നെ വരുന്നവർക്കും വന്നവർക്കും നേരത്തെ കഴിഞ്ഞ നിങ്ങൾക്കും എല്ലാവർക്കും അല്ലാഹു കാരുണ്യം ചെയ്യട്ടെ. ഖബറിന്റെ സമീപത്ത് വെച്ച് ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും നബി തങ്ങൾ പ്രാർത്ഥിക്കുന്നു, മരണപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഞാൻ ഖാജാ മഈനുദ്ദീൻ അജ്മീരി തങ്ങളെ മഖ്ബറയിൽ ചെന്നിട്ട് പടച്ച റബ്ബിനോട് ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, വഫാത്തായവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു. അതല്ലേ നബി തങ്ങളുടെ സുന്നത്ത്. അതിവിടെ വന്നപ്പോഴും ചെയ്തു, ഇവിടെ വന്നപ്പോഴും ചെയ്തു. കാരണം നമ്മൾ സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നടപടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് മുതൽ ഇന്നേ വരെയുള്ള മുസ്ലിം കൂട്ടായ്മ മുറുകെ പിടിക്കുന്നവർ, അതാണ് ജമാഅത്ത്. ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അൽ ജമാഅ എന്ന് പറഞ്ഞാൽ മുസ്ലിം കൂട്ടായ്മ. നബി തങ്ങളുടെ കാലഘട്ടത്തിലുള്ള സഹാബികൾ മുതൽ ഇന്ന് വരെയുള്ള മുസ്ലിം കൂട്ടായ്മ എന്താണോ ലോകത്ത് പഠിപ്പിച്ചത് അത് അംഗീകരിക്കുന്നവർ, അതാണ് സുന്നത്ത് ജമാഅത്ത്. അതിനാണ് മുസ്ലിം ജമാഅത്ത് എന്ന് പറയുന്നത്. രണ്ടും ഒന്നാണ്. സഹോദരന്മാരെ, അത് നമ്മളെ വകയിലുള്ള പേരല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു, ആമുറുക്കും ബി ഖംസിൻ, ഞാൻ നിങ്ങളോട് 5 കാര്യം കൽപ്പിക്കുന്നു. ബിൽ ജമാഅ, നിങ്ങൾ അൽ ജമാഅത്ത് മുറുകെ പിടിക്കണം. അൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഏത് ജമാഅത്താ? മുസ്ലിം ജമാഅത്ത് മുറുകെ പിടിക്കണം. ഇസ്ലാമിക കൂട്ടായ്മ മുറുകെ പിടിക്കണം. നിങ്ങൾ വ്യതിചരിച്ച് പുത്തനാശയത്തിലേക്ക് പോകരുത്. വസ്സംഇ വത്വാഅ, അനുസരിക്കേണ്ടവരെ അനുസരിക്കണം. വൽ ഹിജ്റ, കൈവടിയേണ്ടത് കൈവടിയണം. നാട് വിടണ്ട സാഹചര്യത്തിൽ നാട് തന്നെ വിടണം, അതാ ഹിജ്റ. വേറെ ഒന്ന് വിടണമെങ്കിലോ? അല്ലാഹുവിന്റെ റസൂൽ വേറൊരു ഹദീസിൽ പറഞ്ഞു, വൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു, അല്ലാഹു വിരോധിച്ചത് വെടിയുന്നവനാണ് യഥാർത്ഥ മുഹാജിർ. അപ്പൊ ഹിജ്റ എന്ന് പറഞ്ഞാൽ വെടിയേണ്ടത് വെടിയണം. ഞാൻ പറയട്ടെ, ഞാൻ മഖ്ബറയിൽ ചെന്നപ്പോ ഞാൻ അവിടുന്ന് ദുആ ചെയ്യുന്ന സമയത്ത് ഒരു ഫാത്തിഹ ഓതി. മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം എന്തേ ഫാത്തിഹ ഓതാൻ കാരണം. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായിയാണ്, ഞാൻ സുന്നത്ത് ജമാഅത്തുകാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ലൻ തഖറഅ ബിഹർഫിൻ മിൻഹുമാ ഇല്ലാ ഉതീതഹു. നീണ്ട ഒരു ഹദീസിന്റെ അവസാനം നബി തങ്ങൾ പറയാണ്, എന്താ പറഞ്ഞത്? ഫാത്തിഹ സൂറത്ത് ഓതിയിട്ട് വേണ്ട, സൂറത്തുൽ ഫാത്തിഹയിൽ നിന്ന് ഒരക്ഷരമെങ്കിലും ഓതിയിട്ട് സൂറത്തുൽ ബഖറയുടെ അവസാനത്തിൽ നിന്ന് ഒരക്ഷരമെങ്കിലും ഓതിയിട്ട് ദുആ നടത്തിയാൽ അല്ലാഹു തആല ഉത്തരം തരാതിരിക്കൂല. ഞാൻ ഇവിടെ ഫരീദുദ്ദീൻ ഔലിയുടെ മഖ്ബറ സിയാറത്ത് ചെയ്തു. ഞാൻ അൽ ബഖറയുടെ അവസാനം അവിടുന്ന് ഓതിയിട്ടുണ്ട്, ഫാത്തിഹ സൂറത്ത് ഓതിയിട്ടുണ്ട്. കാരണം ദുആക്ക് ഉത്തരം കിട്ടാനുള്ള ഒരു വഴിയാണതെന്ന് എന്റെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ പ്രവർത്തകന്മാര് ബക്കറ്റും കൊണ്ടുവരും, വെള്ളം കോരാനല്ല.
നിങ്ങൾക്ക് നല്ല സംഭാവന കൊടുക്കണം. ഈ പരിപാടിക്ക് തന്നെ വലിയ ചെലവുണ്ടാവുമെന്ന് പറയേണ്ടതില്ലല്ലോ. അതിന്റെ പുറമെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് അവരെ ശക്തിപ്പെടുത്തണം. അതിനെല്ലാവരും നല്ല സംഭാവനകൾ അകമഴിഞ്ഞു സഹായിക്കണം. അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. സഹോദരന്മാരെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഫാത്തിഹ സൂറത്തിൽ ഒരക്ഷരമെങ്കിലും ഓതിയിട്ട് ദുആ ചെയ്താൽ ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒരക്ഷരം ഓതണം എന്നല്ലല്ലോ. വലൗ ബിശിഖ്ഖി തംറ, കാരക്കയുടെ ഒരു ചീന്ത് കൊണ്ടെങ്കിലും നോമ്പുറപ്പിക്കണമെന്ന് പറഞ്ഞാൽ കാരക്ക ചിന്തിട്ടൊരു കഷ്ണം കൊടുക്കണമെന്നല്ല, മറിച്ച് കാരക്കയുടെ ഒരു ചീന്തെങ്കിലും കൊടുത്ത് നോമ്പുറപ്പിച്ചാൽ പ്രതിഫലമുണ്ട് എന്നാണ്. ഇതുപോലെ അതാ ഫാത്തിഹയിൽ നിന്ന് ഒരക്ഷരമെങ്കിലും ഓതിയിട്ട് ദുആ ചെയ്താൽ ഉത്തരമുണ്ടെന്ന് പറഞ്ഞാൽ ഫാത്തിഹയ്ക്ക് അത്രയും വലിയ ബർക്കത്തുണ്ടെന്നാണ്. അപ്പൊ ഫാത്തിഹ ഊതിയിട്ട് ഞാൻ അവിടുന്ന് പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. അങ്ങനെ ദുആ ചെയ്യുന്ന സമയത്ത് ഞാൻ മഹാന്മാരെ തവസ്സുലാക്കി ദുആ ചെയ്തു, അവരെ അടയാളന്മാരാക്കി ദുആ ചെയ്തു. അതെന്താ കാരണം? മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സമീപത്ത് രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ഒരു വ്യക്തി വന്നപ്പോൾ അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ദുആ, അതേ വദുവെടുത്ത് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുമ്മ ഇന്നി അതവസ്സലു ഇലൈക വഅതവജ്ജഹു ഇലൈക ബിനബിയിക നബിയ്യിർ റഹ്മ യാ മുഹമ്മദ് ഇന്നി ഖദ് തവജ്ജഹതു ബിക ഇലാ റബ്ബി ഫീ ഹാജ هذه لتقضي لي أو لتقضى لي اللهم فشفعه فيا. ഹദീസ് സഹീഹാണെന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ. ആ ഹദീസിൽ എന്താ പഠിപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടയാളനാക്കി അല്ലാഹുവേ നിന്നിലേക്ക് ഞാൻ മുന്നിടുന്നു, ആ നബിയെ ശുപാർശക്കാരനാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനോടുള്ള ദുആ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന്റെ ഇടയ്ക്ക് യാ മുഹമ്മദ് എന്ന് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചു പറയാനുമുള്ള ആ തവസ്സുലും ഇസ്തിഗാസയും അടങ്ങുന്ന ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ അല്ലാഹു ബഹുമാനിച്ചവരെ അടയാളനാക്കി അല്ലാഹുവിനോട് ചോദിക്കുന്നതും അതുപോലെ അതാ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നതും പറയുന്നതുമൊക്കെ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടതാണെന്ന് അല്ലാഹുവിന്റെ റസൂല് തന്നെ പഠിപ്പിച്ചതിനാൽ ലോകത്തുള്ള മുഴുവൻ ഇമാമീങ്ങളും അത് അംഗീകരിച്ചതിനാൽ ഞാൻ അവിടുന്ന് അതാ മഹാന്മാരെ തവസ്സുലാക്കി ദുആ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുലാക്കി ദുആ ചെയ്തു. ഇനി സുഹൃത്തുക്കളെ, നിങ്ങളോടൊന്ന് പറയട്ടെ, ഞാൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടരുന്നവരാ സുന്നത്ത് ജമാഅത്ത്, സ്വഹാബത്തിനെയും ഇമാമികളെയും പിന്തുടരുന്നവരാ സുന്നത്ത് ജമാഅത്ത്. നമ്മൾ അംഗീകരിക്കുന്ന ഒരു വിഷയത്തിലും ഒരു തകരാറുമില്ല, ഒരു ന്യൂനതയുമില്ല, ഒരു വിഷയവും ഇസ്ലാമിൽ അംഗീകരിക്കപ്പെടാത്ത കാര്യങ്ങളില്ല. ഞാൻ അവിടുന്ന് ദുആ ചെയ്തു. അതേ സമയത്ത് അവിടെ ചില സംഗതികൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അജ്മീറിൽ നടക്കുന്ന ചില കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതെന്താണത്? ഞാൻ ശക്തിയായി എതിർക്കുന്ന ചില സംഗതികൾ അവിടെ കാണാൻ പറ്റും. അതെന്താണ്? ഞാനെന്നല്ല, എല്ലാ ഇമാമികളും എതിർത്ത കാര്യം. ഒന്ന്, വിവരമില്ലാത്ത ചിലർ വന്ന് ഖബറിന് സുജൂദ് ചെയ്യുന്നു. ഒരിക്കലും അത് സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം അല്ല, ഇസ്ലാമിന്റെ ആദർശം അല്ല. ഫത്ഹുൽ മുഈനിൽ വരെ, ഫത്ഹുൽ മുഈനാണ് നമ്മുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥം, അതിൽ വരെ മഹാനായ സയ്യിദുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു, വസുജൂദുൽ ജഹലത്തി ബൈന യദൈ മശായിഖിഹിം ഹറാം. ശൈഖന്മാരുടെ മുമ്പിൽ വിവരം കെട്ടവർ ചെയ്യുന്ന സുജൂദ് പച്ച ഹറാമാണ് എന്ന് മാത്രമല്ല, ഇമാം നബവി റൗദയിൽ മറ്റും പറഞ്ഞു, റുബ്ബമാ യുഅദ്ദീ ഇലൽ കുഫ്രി, അത് സത്യനിഷേധത്തിലേക്ക്, കുഫറിലേക്ക് തന്നെ എത്തിപ്പോകാൻ കാരണമായേക്കും. വളരെ ഗുരുതരമായ തെറ്റാണ്. അപ്പൊ ചില വിവരം കെട്ടവർ വന്നിട്ട് അവിടെ ഖബറിന് സുജൂദ് ചെയ്യുന്നുണ്ട്. മുസ്ലിമോ അല്ലേ എന്ന് എനിക്കറിയില്ല. അത് സുന്നത്ത് ജമാഅത്തിന്റെ ആദർശമല്ല. ഇതുപോലെ സഹോദരന്മാരെ, ഞാൻ മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലത്ത് പോയി. അവിടെ ചെന്ന് നോക്കുമ്പോ അവിടെ മഖ്ബറയിൽ നേർച്ച നടക്കുന്നുണ്ട്. നേർച്ച എന്ന് പറയുന്നത്
ഇസ്ലാമിൽ നേർച്ച എന്ന് പറയുന്നത് സുന്നത്തായ കാര്യത്തെ ചെയ്യാൻ വേണ്ടി ഏറ്റെടുത്ത് പ്രഖ്യാപിക്കുന്നതിനാണ് നേർച്ച എന്ന് പറയാം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ, വമാ അൻഫഖ്തും മിൻ നഫഖത്തിൻ ഔ നദർതും മിൻ നദിരിൻ ഫഇന്നല്ലാഹ യഅലമുഹു. നിങ്ങൾ നല്ല കാര്യം എന്ത് ചെലവഴിച്ചാലും അതുപോലെ നിങ്ങൾ എന്ത് നല്ല കാര്യം നേർച്ച ചെയ്താലും അല്ലാഹു അതറിയുന്നവനാണ് കേട്ടോ. അഥവാ റബ്ബ് പ്രതിഫലം തരും. ഞാനിപ്പോൾ വരുന്നത് മണ്ണാർക്കാട് നിന്ന് പാണ്ടിക്കാടിനടുത്തൊരു പ്രസംഗം കഴിഞ്ഞ് മണ്ണാർക്കാട് വന്ന് പ്രസംഗിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ആലപ്പുഴ പോയി പ്രസംഗിച്ചു. അവിടെ നിന്ന് ഇപ്പൊ ഇവിടെ വന്നതാണ്. സുഹൃത്തുക്കളെ, വരുന്ന വരവില് ഞാൻ അതേ മണ്ണാർക്കാടിന് മുമ്പ് പാണ്ടിക്കാട് ഒരു പരിപാടിയിൽ പങ്കെടുത്ത് പള്ളി കയറിയപ്പോ ഒരാൾ അബ്ബാസ് ഹാജി എന്ന് പറയുന്ന ഒരാൾ എന്റെ സമീപത്ത് വന്നു. സ്വർണത്തിന്റെ ഒരു വള തന്നു. അദ്ദേഹത്തിന്റെ ചെറിയ മകനെ കാണിച്ചു തന്നു. 3 വയസ്സ് വരെ എന്റെ മകൻ സംസാരിച്ചില്ല. സിറാജുൽ ഹുദയിലേക്ക് ഒരു സ്വർണത്തിന്റെ വള നേർച്ചയാക്കി. അൽഹംദുലില്ലാഹ്, അത് മുതൽക്ക് സംസാരം തുടങ്ങി. ഇനി കുട്ടിയുടെ മറ്റു രോഗം കൂടി മാറാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ആ വള സ്വീകരിച്ചു. ആ കുട്ടിയെ ഒന്ന് അതാ മന്ത്രിച്ചു കൊടുത്തു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗമുള്ളവരെ മന്ത്രിക്കാറുണ്ട്. അല്ലാഹുമ്മ അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് ഇസ്ഫിയം ദശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉ ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മന്ത്രമാണ്. അങ്ങനെയുള്ള മന്ത്രം മന്ത്രിച്ചു കൊടുത്തു. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അത് നബിതങ്ങൾ പഠിപ്പിച്ച ആദർശമാണ്, സഹാബത്ത് പഠിപ്പിച്ച ആദർശമാണ്, ഇമാമികൾ പഠിപ്പിച്ച ആദർശമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നേർച്ച ചെയ്യുന്നത് നല്ലതാണ്. ഏത് കാര്യം? സുന്നത്തായ കാര്യം നേർച്ച ചെയ്താൽ അത് വുജൂബാണ്. നമ്മൾ രാവിലെ സുബഹിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ നേർച്ച ചെയ്താൽ പിന്നെ അത് വുജൂബായി. നമ്മളതാ SYSന്റെ പ്രവർത്തനത്തിന് 100 രൂപ കൊടുക്കാൻ നേർച്ചയാക്കിയ വുജൂബായി. അങ്ങനെ സുഹൃത്തുക്കളെ, നല്ല കാര്യം നേർച്ച ചെയ്താൽ അത് നിർബന്ധമാകുന്നു. അങ്ങനെയുള്ള നേർച്ചകൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. അതേസമയത്ത് മലപ്പുറം ജില്ലയിൽ ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോ അവിടെ നേർച്ച എന്ന പേരിൽ കുറെ കാര്യങ്ങൾ നടക്കുന്നു. അത് നടത്തുന്നവരുടെ കൂട്ടത്തിൽ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെയും അങ്ങനെ ഉണ്ടോ എന്നെനിക്കറിയില്ല. അങ്ങനെ നടക്കുന്ന നേർച്ചയുടെ പേരിൽ ചിലര് ഖബറിന്റെ അടുക്കൽ വന്ന് സുജൂദ് ചെയ്യുന്നവരോ മഹാന്മാരെ മഖബറയിൽ അവരിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരോ ഉണ്ടെങ്കിൽ അത് സുന്നത്ത് ജമാഅത്തിന്റെ ആദർശമാണെന്ന് ഒരു മുസ്ലിമും അമുസ്ലിമും തെറ്റിദ്ധരിക്കണ്ട. ഖബർ സിയാറത്തിന്റെ രൂപമാണ് ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് ഖബറിന്റെ സമീപത്ത് വെച്ച് അല്ലാഹു പൊരുത്തപ്പെട്ട എന്ത് കാര്യങ്ങളും ചെയ്യാം. അവിടെ വെച്ച് നിങ്ങൾക്ക് യാസീനോദാം, ഖുർആനോദാം, ദിക്റ് ചൊല്ലാം, സ്വലാത്ത് ചൊല്ലാം. ഖബറിന്റെ സമീപത്ത് വെച്ച് നിങ്ങൾക്ക് നല്ല വഅദ് സംഘടിപ്പിക്കാം. കാരണം സഹീഹുൽ ബുഖാരിയിൽ കാണാം, ബാബു മൗഇദത്തിൽ ഖബർ, ബാബു മൗഇദത്തിൽ മുഹദ്ദിസി ഇൻദൽ ഖബരി വഖുഊദി അസ്ഹാബിഹി ഹൗലഹു. നബി തങ്ങൾ ഖബറിന്റെ സമീപത്ത് വെച്ച് വഅദ് പറഞ്ഞു. ആ ഖബറിന്റെ സമീപത്ത് വെച്ച് വഅദ് പറഞ്ഞതിനെ കുറിച്ച് ഒരു അധ്യായം തന്നെ സഹീഹുൽ ബുഖാരിയിൽ കാണാം. അപ്പൊ മഖബറയുടെ സമീപത്ത് വഅദ് പറയാം, മഖബറയുടെ സമീപത്ത് ഖുർആൻ ഓതാം. മഹാന്മാരായ സഹാബത്ത് ഖബറിന്റെ സമീപത്ത് പോയി ആളുകൾ മാറി മാറി നിന്ന് ഖുർആൻ ഓതിയിരുന്നുവെന്ന് അതാ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി ശറഹു സുദൂറിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഖബറിലുള്ളവർക്ക് തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്ന പതിവ് സഹാബത്തിനുണ്ടായിരുന്നുവെന്ന് ഇബ്നുൽ ഖയ്യിമുൽ ജൗസി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഖബറിന്റെ സമീപത്ത് വെച്ച് ഖുർആൻ ഓതുന്നത് സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാം നബവി അത് ശർഹുൽ മുഹദ്ദബിലും അതുപോലെ അവിടുത്തെ റിയാദുസ് സാലിഹീനിലടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്ത് വിട്ട ചിലർ ആളുകൾ കൺഫ്യൂഷനാണ് കാര്യങ്ങൾ. അതുകൊണ്ട് ഞാൻ പറയാം, സുഹൃത്തുക്കളെ, മഹാന്മാരെ മഖബറയിൽ അറിവില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക ലാഭം കൊതിക്കുന്നവർ എന്തെങ്കിലും തെറ്റായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരിക്കലും സുന്നത്ത് ജമാഅത്തിന്റെ ആദർശമല്ല. അതിനെ കാലാകാലമായി സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ശക്തമായി അതാ നിരോധിച്ചിട്ടുള്ളതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വൽ ഹിജ്റതി, വെടിയേണ്ടത് വെടിയണം.
ഒഴിവാക്കേണ്ടത് ഒഴിവാക്കണം. അത് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം പണ്ഡിതന്മാർക്കുണ്ട്. അത് പണ്ഡിതന്മാരെ നിർവഹിക്കണം. വൽ ജിഹാദി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ അധ്വാനിക്കണം. ജിഹാദ് എന്ന വാക്ക് വല്ലാതെ തെറ്റിദ്ധരിക്കപ്പെട്ടൊരു വാക്കാണ്. ജിഹാദ് എന്ന വാക്കിനർത്ഥം അധ്വാനം. അല്ലാഹുവിന്റെ മാർഗത്തിൽ അധ്വാനിക്കണം. SYSന്റെ പ്രവർത്തനം ഒരു ജിഹാദാണ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള അധ്വാനമാണ്. SSFന്റെ പ്രവർത്തനം ഒരു ജിഹാദാണ്. മർക്കസിന്റെ പ്രവർത്തനം, നമ്മുടെ അശ്അരിയുടെ പ്രവർത്തനം, സിറാജുൽ ഹുദയുടെ പ്രവർത്തനം, അതൊക്കെ ജിഹാദാണ്, അധ്വാനം. നിന്റെ അധ്വാനം അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള അധ്വാനം. അല്ലാഹുവിന്റെ മാർഗത്തിൽ അധ്വാനിക്കണം. വൽ ജിഹാദി ഫീ സബീലില്ലാഹ്. ഇസ്ലാമിൽ തീവ്രവാദമില്ല, ഇസ്ലാമിൽ ഭീകരവാദമില്ല, ഇസ്ലാമിൽ അക്രമമില്ല, ഇസ്ലാമിൽ ഫസാദില്ല, ഇസ്ലാമിൽ അങ്ങനത്തെ യാതൊന്നും. ആരും തെറ്റിദ്ധരിക്കണ്ട. ഒരു തീവ്രവാദത്തെയും ഇസ്ലാമിക ആദർശം അംഗീകരിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ മാർഗത്തിൽ അധ്വാനിക്കണം. അത് നബിയും സഹാബത്തും അധ്വാനിച്ചിട്ടുണ്ട്, കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അല്ലേ? വസദ്ദാമി സഹബിൻ അസാഅഹു വഖവാ തഹ്തൽ ഹിജറതി കസു ഹംതുറഫലദമി. പട്ടിണിക്ക് പട്ടിണി കിടന്നിട്ട് വയറ്റിൽ കല്ലുവെച്ച് കെട്ടിയിട്ട് അധ്വാനിച്ചിട്ടുണ്ട്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി അധ്വാനിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, വഇന്നഹു മൻ ഖറജ മിനൽ ജമാഅതി, ഇനി ആരെങ്കിലും സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തുപോയാൽ, പുത്തൻ അസയക്കാരനാൽ എത്ര ഐദശിബിരിൽ ഒരു ചാണ് പുറത്തുപോയാൽ, പൂർണ്ണമായി പോകണമെന്നില്ല, ഒരു ചാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തിൽ നിന്ന് പുറത്തുപോയാൽ ഫഖദ് ഖലഅ റിബ്ഖത്തൽ ഇസ്ലാം, ഇസ്ലാമിന്റെ കയറ് കഴുത്തിൽ നിന്ന് പൊട്ടിച്ചെറിഞ്ഞവനാണവൻ. ഇസ്ലാമിന്റെ കയറിൽ ഇസ്ലാമിന്റെ ആദർശം വിട്ടവനാണവൻ. സുന്നത്ത് ജമാഅത്ത് പുറത്തുപോയവൻ. നബി തങ്ങൾ പറയുന്നില്ല, അവൻ തിരിച്ചു വന്നാലേ രക്ഷപ്പെടുള്ളൂ. വമൻ ദഅ ബിദഅവൽ ജാഹിലിയ്യത്തി, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വരുന്നതിന് മുമ്പ് അക്രമങ്ങളാണ്, മദ്യപാനങ്ങളാണ്, അതേ പരസ്പരം അക്രമങ്ങളാണ്, അസൂയയാണ്, വൈരാഗ്യമാണ്, വിദ്വേഷമാണ്, പരസ്പരം കത്തിയെടുത്ത് കുത്തലാണ്, കൊല്ലനടത്തലാണ്, അനീതി ചെയ്യലാണ്, സ്ത്രീകളെ പീഡിപ്പിക്കലാണ്, സ്ത്രീകളെ ജീവിക്കാൻ അനുവദിക്കാതിരിക്കലാണ്. അങ്ങനെയുള്ള കാലത്ത് ചീത്ത പറയലും, തെറി പറയലും, കുറ്റം പറയലും, അഗ്നെ കളവ് പറയലും, ഭീഷണി പറയലും, ഭീഷണിപ്പെടുത്തലുമാണ്. ആ ജാഹിലിയ കാലത്തുള്ള സ്വഭാവം വല്ലവനും പ്രകടിപ്പിക്കുകയോ അതിന്റെ ആശയത്തിലേക്ക് വല്ലവനും ക്ഷണിക്കുകയോ അതിനുവേണ്ടി പ്രവർത്തിക്കുകയോ ചെയ്താൽ ഫഹുവ മിൻ ഫീ ജഹന്നം, അവൻ ജഹന്നമാകുന്ന നരകത്തിലെ കൂട്ടങ്ങളിൽപ്പെട്ടവനാണ്. വൈൻ സാമ, അവൻ നോമ്പെടുത്താലും, വസല്ലഹ, അവൻ നിസ്കരിച്ചാലും, വസഅമ അന്നഹു മുസ്ലിം, ഞാനും ഒരു മുസ്ലിമാണെന്നവൻ വാദിച്ചാലും അവൻ നരകത്തിലെ വിറകിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്നു. സുന്നത്ത് ജമാഅത്ത് في قبورهم سبعا فكانوا يستحبون أن يطعم عن الميت 7 أيام. 7 ദിവസം മരിച്ച മയ്യിത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നത് സഹാബത്ത് സുന്നത്തായി കണക്കാക്കി കൊടുത്തു. ആ സുന്നത്തി സഹാബികളെ കാലം മുതൽക്ക് എന്റെ ഈ കാലം വരെ മക്കയിലും മദീനയിലും തുടരുന്നുവെങ്കിൽ 911 വഫാത്തായി പോയ ഇമാം സയൂത്തി രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ 1000 കൊല്ലമായിട്ടും മക്ക മദീനയിൽ തുടരുന്ന സുന്നത്താണ് മയ്യിത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കൽ 7 ദിവസം. അത് പാടില്ലെന്ന് വാദിച്ച് മയ്യിത്തിന് കിട്ടുന്ന ഗുണം നശിപ്പിച്ചില്ലേ ചിലര്? സുഹൃത്തുക്കളെ, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ ഇമാം ബൈഹഖിയെ പോലുള്ളവർ രേഖപ്പെടുത്തിയില്ലേ, ശിഷ്യന്മാര് ചുറ്റുമിരുന്ന് ഖുർആൻ ഓതുകയാണ്. ശാഫിഈ ഇമാം ഖുർആൻ ഓതാൻ കൽപ്പിക്കുകയാണ്. ഇമാം ജഅഫറാനി ചോദിച്ചപ്പോ മയ്യിത്തിന്റെ പേരിൽ ഖുർആൻ ഓതുന്നത് നല്ലതാണെന്ന് പറയുകയാണ്. സുഹൃത്തുക്കളെ, പക്ഷേ ജനങ്ങളെ കൺഫ്യൂഷനാക്കുന്നവർ, ഞാനൊരു ദിവസം മുളിയങ്ങൾ എന്നൊരു സ്ഥലത്ത് ജുമാക്ക് കൂടി, മുളിയങ്ങൾ പേരാമ്പ്ര, അവിടെ
സുന്നികളുടെ പള്ളി മുജാഹിദുകൾ പിടിച്ചടക്കി കഴിഞ്ഞു. കമ്മിറ്റി കയറി കൂടി അങ്ങനെ പിടിച്ചടക്കി. അപ്പൊ ഞാനിവിടെ ഒരു പ്രസംഗം നടത്തി. ഏകദേശം ഒരു 32 കൊല്ലം മുമ്പാണ്. അവിടെ അങ്ങനെ അൽഹംദുലില്ലാഹ് സുന്നികൾക്ക് വേറൊരു പള്ളി നിർമ്മിച്ചു. ഒരു പറമ്പിൽ 2 പള്ളിയായിട്ട്. ആ സുന്നിപ്പള്ളിയിൽ ഞാനൊരു ജുമാക്ക് കയറി. അപ്പൊ അപ്പുറത്തെ പള്ളിയിലെ പ്രസംഗം കേട്ടു ജുമാക്ക്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ മനസ്സിലാക്കി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച ഭാഷയിലല്ലാതെ ഖുതുബ ഓതിയിട്ടില്ല. ഖുതുബ ഓതിയ ഭാഷയിലല്ലാതെ നിസ്കരിച്ചിട്ടില്ല. ഞാൻ പറയട്ടെ, മുസ്ലിമീങ്ങളെ ജുമയാണോ? അറബിയിൽ ഖുതുബ ഓതി അറബിയിൽ ജുമ നിസ്കരിക്കണം. അല്ലെങ്കിൽ അത് മുസ്ലിമിന്റെ ജുമയാവൂല, മുജാഹിദിന്റെ ജുമയാവും. മുസ്ലിമീങ്ങളെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തു. സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി. മുജാഹിദ് നിസ്കരിക്കും പോലെ നിസ്കരിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല. ഞാൻ